സ്വപ്നത്തിൻ തിരികൂട്ടാൻ ഞാൻ മുകിലോരം ചെന്നെത്താൻ ചിറകാവാൻ ഞാൻ അനന്താനേ തന്നാരേ രാരോ ആരാരേ രാരോ താനേ 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 അനന്താനേ തന്നാരേ. നിങ്ങളേവരുടെയും ക്ഷമയെ വ്യക്തിപരമായും അക്കാഫിൻ്റെ ഭാഗത്തു നിന്നും നമസ്കരിച്ചുകൊണ്ട് അക്കാഫ് എന്ന വലിയ ക്യാമ്പസിൽ അംഗങ്ങളായുള്ള കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള പൂർവ്വ വിദ്യാർത്ഥികളായ പ്രിയ സൗഹൃദങ്ങൾക്ക്, പ്രിയപ്പെട്ട അതിഥികൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ, നമസ്കാരം. അക്കാഫ് 25 പൊന്നോണങ്ങൾ പൂർത്തിയാക്കുന്നു. അർത്ഥവത്തായ ശീർഷകത്തോടെ പൊന്നോണ കാഴ്ച, ഏറ്റവും കുലീനമായ ഒരു അന്തരീക്ഷം ഒരുക്കിക്കൊണ്ട് 25 അമ്മമാരെ നാട്ടിൽ നിന്നും പൊന്നോണ കാഴ്ചയിൽ പങ്കെടുപ്പിക്കുന്നു. അവർക്ക് ഓണപ്പുടവ നൽകി, അവരോടൊപ്പം ഓണ സദ്യയുണ്ട്. അവരെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുപ്പിച്ച് അവരെ ഈ ആരവങ്ങളിൽ ഉൾപ്പെടുത്തി ആർഷഭാരത സംസ്കാരമായ മാതൃവന്ദനത്തിൻ്റെ മടിത്തട്ടിൽ നാം അനുഭവിക്കുന്നത് എന്തെന്നില്ലാത്ത ഒരു നിർവൃതിയാണ്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ അമ്മമാരുടെയും കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഞാൻ ആമുഖമായി ഞങ്ങളുടെ അക്കാഫ് അസോസിയേഷൻ്റെ ആദരം പ്രകടിപ്പിക്കുകയാണ്. 25 വർഷം എത്തിയിരിക്കുന്ന അക്കാഫ് പാലിച്ചു പോന്നിട്ടുള്ളത് മനുഷ്യ സ്നേഹത്തെ വളർത്തുന്ന എല്ലാറ്റിനെയും പൂജിക്കുകയും അല്ലാത്തതിനെയെല്ലാം തിരസ്കരിക്കുകയും ചെയ്യുക എന്ന ഒരു നിഘണ്ടുവാണ്. ഈ പാഠം ഞാനും നിങ്ങളും പഠിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ക്യാമ്പസുകളിൽ നിന്നും. എന്തൊരുത്സവക്കാലമക്കാലത്തുള്ള നിർജ്ജര ഭംഗിയിൽ ഇനിമേലിൽ ഉദിക്കില്ല സൂര്യചന്ദ്രന്മാർ ഒരിക്കലും. ഭൗതികമായി മടങ്ങിപ്പോവുക അസാധ്യമാണ്. പക്ഷേ അവിടെ നിന്നും പഠിച്ചെടുത്ത ആ മഹാപാഠം അക്കാഫിനെ എന്നും മുന്നോട്ട് തന്നെ നയിക്കും. അക്കാഫിൻ്റെ 25 വർഷത്തിൻ്റെ തുടർച്ചകൾ ഉണ്ടാകണം, ഉണ്ടാക്കും, ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സൗഹൃദങ്ങൾക്കും എൻ്റെ പൊന്നോണാശംസകൾ. എൻ്റെ സിരകളിൽ ഒഴുകുന്ന രക്തം സമ്മാനിക്കുന്ന ഹൃദയ തുടിപ്പിനടുത്തു ഞാൻ കാത്തു സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട അക്കാഫിന് എൻ്റെ 25ാം വർഷ സല്യൂട്ട്സ്. അക്കാഫ് അസോസിയേഷൻ മാതൃവന്ദനത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം, പുഷ്പാപമായ സ്വാഗതം. ക്ഷണിക്കുന്നു വേദിയിലേക്ക് അക്കാഫ് അസോസിയേഷൻ ക്യാമ്പസ് ഓർമ്മകളാൽ സമ്പന്നമായ ഒരു രഥമെങ്കിൽ ഈ രഥത്തിന്റെ തേരാളി പോൾ ടി ജോസഫ്, പ്രസിഡന്റ്. അക്കാഫ് എന്ന രഥത്തിന് സഞ്ചാരപഥമൊരുക്കുന്ന കർമ്മനിരതനായ കാര്യദർശി ദീപു AS, ജനറൽ സെക്രട്ടറി. ഈ രഥത്തിന്റെ കൊടിയടയാളമായ പൊന്നോണക്കാഴ്ച 2023 വർണ്ണകാന്തി ബിന്ദു നായർ, ജനറൽ കൺവീനർ, പൊന്നോണക്കാഴ്ച 2023. മാതൃവന്ദനം മനസ്സിലേക്കും ശരീരത്തിലേക്കും ആവാഹിച്ചെടുത്ത് വിജയത്തിനായി സ്വയം സമർപ്പിച്ച അക്കാഫിന്റെ കയ്യും മെയ്യും മാതൃവന്ദനം കൺവീനർ രാജേഷ് പിള്ളൈ. സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലെങ്കിലും കയ്യും കണ്ണും കൊണ്ട് ഏറെ സംവദിക്കുന്ന മാതൃവന്ദനം കോർഡിനേറ്റർ സുനിത നാരായണൻ. സ്നേഹപുരസരം ഓരോ അമ്മമാരെയും ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ ഈ മടിത്തട്ടിലേക്ക്. കൊല്ലം കുരീപ്പുഴയിൽ നിന്നും ശ്രീമതി ആഗ്നസ് ചൂസ അനുഗമിക്കുന്നു, DB കോളേജ് ശാസ്താംകോട്ടയുടെ പ്രതിനിധി.
മലപ്പുറം പൊന്നാനിയിൽ നിന്നും ശ്രീമതി അജിത ചോഴിക്കുന്നത്ത് അനുഗമിക്കുന്നു. NSS പോളിടെക്നിക് പന്തളത്തിന്റെ പ്രതിനിധി അധ്യക്ഷൻ തുളസി പിള്ളൈ. ആലപ്പുഴയിലെ കുട്ടനാട്ട് നിന്നും ശ്രീമതി അജിതാമ ശശി അനുഗമിക്കുന്നു. NSS കോളേജ് പന്തളത്തിന്റെ പ്രതിനിധി. കൊല്ലം ഏരൂരിൽ നിന്നും ശ്രീമതി ബീന ചെമ്പകക്കുട്ടി അനുഗമിക്കുന്നു. ഫാത്തിമ മാത നാഷണൽ കോളേജ് കൊല്ലത്തിന്റെ പ്രതിനിധി. തൃശൂർ കുന്നത്തങ്ങാടിയിൽ നിന്നും LC തോമസ് ശ്രീ കേരളവർമ്മ കോളേജിന്റെ പ്രതിനിധിയെ ക്ഷണിക്കുന്നു. തിരുവനന്തപുരത്തെ പൊന്മുടിയിൽ നിന്നും ജമീല ബീഗം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിന്റെ പ്രതിനിധി. മലപ്പുറം കണ്ണാടിപ്പടിയിലെ ജാനു പാറമേൽ ബിഷപ്പ് എബ്രഹാം മെമ്മോറിയൽ കോളേജ് തുരുത്തിക്കാടിന്റെ പ്രതിനിധി. കാസർഗോഡ് ആനന്ദാശ്രമത്തിൽ നിന്നും കുഞ്ഞിപ്പെണ്ണ് പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂരിന്റെ പ്രതിനിധി. തിരുവനന്തപുരം കാരട്ടെ ശ്രീമതി ലൈജു പുഷ്കരനെ അനുഗമിക്കുന്നു. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിന്റെ പ്രതിനിധി. കൊല്ലം പുത്തൂരിൽ നിന്നും ലിസി ജോൺ DB കോളേജ് ശാസ്താംകോട്ടയുടെ പ്രതിനിധി. കാസർഗോഡ് ചെമ്മാടിൽ നിന്നും ഓമന ചാത്തുക്കുട്ടി നായർ നാസ്കയുടെ പ്രതിനിധി. തൃശൂർ വാടാനപ്പള്ളിയിൽ നിന്നും പത്മിനി സത്യദേവൻ ചിന്മയ മിഷൻ കോളേജ് തൃശൂരിന്റെ പ്രതിനിധി. ആലപ്പുഴയിലെ ഹരിപ്പാടിൽ നിന്നും റീന കൈരളി SN കോളേജ് ശിവഗിരി വർക്കലയുടെ പ്രതിനിധി ബൈജു. കണ്ണൂരിലെ മാഹിയിൽ നിന്നും സഫിയ കണ്ടോത്ത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടിന്റെ പ്രതിനിധി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിന്നും ശ്രീമതി T രമണി SN കോളേജ് കൊല്ലത്തിന്റെ പ്രതിനിധി. പാലക്കാട്ടെ മണ്ണാർക്കാട്ട് നിന്നും റംല ബീഗം സാമറിൻസ് ഗുരുവായൂരപ്പൻ കോളേജ് കോഴിക്കോടിന്റെ പ്രതിനിധി. കൊച്ചിയിലെ ചങ്ങമ്പുഴ നഗറിൽ നിന്നും സെലിൻ വർഗീസ് മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലത്തിന്റെ പ്രതിനിധി. മലപ്പുറം പരപ്പനങ്ങാടിയിൽ നിന്നും ഷെരീഫ വലിയ പറമ്പിൽ MES ഫാത്തിമ ഗഫൂർ മെമ്മോറിയൽ വിമൻസ് കോളേജ് കോഴിക്കോടിന്റെ പ്രതിനിധി. കണ്ണൂർ പയ്യന്നൂരിൽ നിന്നും ശ്യാമള ഉപ്പേരി ബ്രണ്ണൻ കോളേജ് തലശ്ശേരിന്റെ പ്രതിനിധി. തിരുവനന്തപുരം ആറ്റിങ്ങലിലെ സുരുച്ചി സുശീല SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ പ്രതിനിധി. ആലപ്പുഴ ചെങ്ങന്നൂരിൽ നിന്നും KK വത്സല KE കോളേജ് മാന്നാനത്തിന്റെ പ്രതിനിധി. പാലക്കാട്ടെ പട്ടാമ്പിയിൽ നിന്നും ആസിയ ഉമ്മ അക്കാഫ് ബോർഡ് ഓഫ് ഡയറക്ടർ ശ്രീ മുഹമ്മദ് റഫീഖിനെ ക്ഷണിക്കുന്നു അനുഗമിക്കുവാൻ. കാസർകോട്ടെ ഷിരിയയിൽ നിന്നും പി ഫാത്തുമ യൂസഫ് അക്കാഫിന്റെ ആരാധ്യനായ ഉപാധ്യക്ഷൻ വെങ്കിട്ട് മോഹനെ ക്ഷണിക്കുന്നു. ആലപ്പുഴയിലെ തത്തമ്പിളിയിൽ നിന്നും ഗിരിജ പാർവതി ബോർഡ് ഓഫ് ഡയറക്ടർ അക്കാഫ് സാനു മാത്യുവിനെ ക്ഷണിക്കുന്നു. മലപ്പുറം പെരിന്തൽമണയിൽ നിന്നും നൂർജഹാൻ ബോർഡ് ഓഫ് ഡയറക്ടർ ഷൈൻ ചന്ദ്രസേനനെ ക്ഷണിക്കുന്നു. പൊന്നോണക്കാഴ്ച 2023 എന്നതിൽ ഞങ്ങൾ കൊടിയടയാളമാക്കി മാറ്റിയതാണ് ഈ മാതൃവന്ദനം. 25 അമ്മമാരെ രജത ജൂബിലിയുടെ ഭാഗമായി
25ാം വർഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ തീരുമാനിച്ചതാണ് ഈ 25 അമ്മമാരെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ മക്കൾക്ക് സാധ്യമാവുകയില്ല, നാളെ സാധ്യമാകുമോ എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല, ആ മക്കൾക്കും അറിയില്ല. ഇന്നത്തെ സാഹചര്യം വെച്ച് സാധ്യമാകാത്ത ആ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അക്കാഫ് അസോസിയേഷൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ 25ാം വർഷം രജത ജൂബിലിയുടെ രജത രേഖയായി മാറ്റിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും പഠിച്ചെടുത്ത മുദ്രാവാക്യങ്ങളെ, കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും പഠിച്ചെടുത്ത എഴുതിയ സിലബസുകൾക്കും അപ്പുറത്താണ് കേരളത്തിലെ ക്യാമ്പസുകൾ ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് ഇവിടെ അടയാളപ്പെടുത്തുകയാണ്, രേഖപ്പെടുത്തുകയാണ്. മാതൃവന്ദനം അക്കാഫ് അസോസിയേഷന് വേണ്ടി ഞങ്ങളോടൊപ്പം ഞങ്ങളെ പുണർന്ന് ഞങ്ങളുടെ തോൾ ചേർന്ന് നിന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഞങ്ങളെ സഹായിച്ച പ്രിയപ്പെട്ട പ്രായോജകരുണ്ട്. ആ പ്രായോജകരെ ആദരപുരസരം തന്നെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഡോക്ടർ ഹുസൈൻ, ചെയർമാൻ ആൻഡ് MD FMC നെറ്റ്വർക്ക് UAE, ഫാത്തിമ മെഡിക്കൽ കെയർ. Dr. Siddiq Ahmed, Chairman and CMD from ITL Group. Welcome, sir. Shri Sajib Koya, MD 3S Solutions. അമ്മമാർ നമ്മളോടൊപ്പം വേദിയിൽ നിൽക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ അമ്മമാരെ. മാതൃവന്ദനമാണ്. ഗന്ധർവന്മാരെ നമുക്ക് സാധാരണ കാണുവാൻ സാധിക്കുകയില്ല. സാധാരണ മനുഷ്യൻ അവൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ഒരു വിഭാഗമാണ് ഗന്ധർവന്മാർ. പക്ഷെ ഈ മുറിക്കകത്ത് ഇന്ന് ഒരു ഗന്ധർവൻ ഉണ്ട് എന്നതാണ് ഞാൻ പറയുക. ആ ഗന്ധർവൻ താഴോട്ടിറങ്ങി വന്ന് ഒരു വ്യക്തിയുടെ ചെവിയിൽ മന്ത്രിക്കുന്നത് എനിക്കറിയാം. ആ ഗന്ധർവന്റെ പേരാണ് വയലാർ രാമവർമ്മ. ഗന്ധർവൻ എന്ന വയലാർ രാമവർമ്മ ഒരു വ്യക്തിയുടെ ചെവിയിൽ മന്ത്രിക്കുന്നത്, എടാ മോനെ, ഇന്ദ്രവല്ലരി പൂത്തുലയുന്ന ഒരു സുന്ദര ഹേമന്ത രാത്രിയാണിന്ന്. എന്നെ നീ നിന്റെ മാറിലെ വനമാലയിലെ മന്ദാര മലരാക്കി മാറ്റിക്കൊണ്ട് കേറിച്ചെല്ലട ആ വേദിയിലേക്ക്. ഇവിടം മാതൃവന്ദന സന്ദേശം കൊണ്ട് വൃന്ദാവനമാക്കി മാറ്റൂ. ക്ഷണിക്കുന്നു ചിന്ന വയലാർ ശരത്ചന്ദ്രവർമ്മ. മാതൃവന്ദന സന്ദേശമാണ് അക്കാഫിന് ഒരു പുതിയ ഫുൾ ഫോം ഒന്ന് കണ്ടുപിടിച്ച് ഇവിടെ നോക്കും. അമ്മമാരുടെ കാൽ തൊട്ട് ചുംബിക്കുന്ന അക്കാഫ് ഫാമിലി. അപ്പം അങ്ങനെ ഒരു നിർവചനം കൊടുക്കുന്നതിൽ തെറ്റില്ലാന്ന്. ഫാമിലി എന്നുള്ളൊരു വാക്കിന് പകരം മലയാളത്തിലൊരു അക്ഷരം ഇല്ലാത്തതുകൊണ്ടാണ് ഫാമിലി ആക്കിയത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു 25ാമത്തെ ഓണാഘോഷവും ഈ അമ്മമാരെ കാലിൽ തൊട്ട് വന്ദിക്കാൻ എനിക്കൊരവസരം കൂടി കിട്ടിയത്. ഞാനിപ്പോൾ പറയുമ്പോൾ അക്കാഫിൻ്റെ അംഗമല്ല ഞാൻ, പക്ഷേ ഞാനും മാറിയോനസ് കോളേജിലെയും സെൻറ്റ് സേവിയേഴ്സിലേക്ക് ഒരു പ്രതിനിധിയാണ്. അങ്ങനെ മാറിയോനസിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു സത്യം. അമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്ന 25 അമ്മമാർ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ 25 അടുക്കളകൾ ശൂന്യമായി കിടക്കുക അവിടെ. അതാണ് കഷ്ടം. അമ്മയുടെ സാന്നിധ്യം അറിയണമെങ്കിൽ ഒറ്റയ്ക്ക് അടുക്കളയിൽ കയറി ചെല്ലണമെന്നാണ് പറയുന്നത്. അപ്പോഴേ ആ ശൂന്യത അറിയുള്ളൂ. അത് ഞാനും പലപ്പോഴും എൻ്റെ സഹോദരിമാരുടെ കൂടെ അമ്മ പോകുമ്പോൾ ഈ ശൂന്യത ഞാനും അനുഭവിച്ചിട്ടുണ്ട്.
അപ്പം അമ്മയെ പറ്റി പറയുമ്പോൾ ഒത്തിരി എത്ര പറഞ്ഞാലും തീരാത്ത അമ്മയെ അവിടുത്തെ മുമ്പിൽ ഞാനാര് ദൈവമാര് എന്ന് വയലാർ പറഞ്ഞിട്ടുണ്ട്. ജന്മങ്ങളെല്ലാം തുടങ്ങുന്ന ബന്ധുവാണ് അമ്മ. ഒരമ്മയില്ലെങ്കിൽ ജന്മങ്ങളില്ല. ശരിക്കും പറഞ്ഞാൽ സ്ത്രീ പ്രകൃതിയാണ്, അവളുടെ ഗർഭപാത്രം ഇടയ്ക്ക് ചലിപ്പിക്കുന്ന വിദ്യുത് ശക്തി മാത്രമാണ് പുരുഷൻ. അപ്പോൾ അതാണ് അത്രയ്ക്കും വലിയ സ്ഥാനം അമ്മയ്ക്കുണ്ട്. എൻ്റെ അമ്മ ഉറങ്ങാൻ കിടക്കുന്നതും എൻ്റെ അമ്മ ഉണർന്നെഴുന്നേറ്റ് പോകുന്നതും ഞാൻ കണ്ടിട്ടില്ല. എത്ര പേര് കണ്ടു കാണും? ആരും കണ്ടു കാണത്തില്ല. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ മറ്റു പ്രത്യേകത. എത്ര പറഞ്ഞാലും അക്കാഫ ചെയ്യുമ്പോൾ സാധാരണ മക്കളാണ് അമ്മമാരെ തിരക്കി ചെല്ലുക. ഇത് കടൽ കടത്തി, നിസ്സാര കാര്യമല്ല അക്കാഫ ചെയ്തത്. കടൽ കടന്നാണ് വരുന്നത് മക്കളെ കാണാൻ. അപ്പോൾ അമ്മമാർക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ചെയ്യാൻ പണ്ട് പറയും, 4 മക്കളിൽ ഏറ്റവും ഇളയ കുഞ്ഞിനോട് എന്താണ് സ്നേഹം എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അവളാണ് അല്ലെങ്കിൽ അവനാണ് ഏറ്റവും ദൂരത്തുനിന്ന് എന്നെ കാണാൻ വന്നത്, അതുകൊണ്ടാണ് താമസിച്ചത് എന്നാണ് അമ്മ പറയുന്നൊരു നിർവചനം ഇതിനെപ്പറ്റി. അപ്പം അതേപോലെ ആണ് ഈ അമ്മ. ഇപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ പറയാൻ അമ്മയുടെ ദൈർഘ്യം എന്താ വെച്ചാൽ ആ മുതൽ ബായ്പ മാവരെ എന്നോർത്ത് നോക്കും. ആ അക്ഷരം എവിടെയാണ് കിടക്കുന്നത്? ആ മുതൽ മാവരെ ഇടയിലുള്ള ഓരോ അക്ഷരവും ചേർത്ത് വെച്ചിട്ട് അമ്മയുടെ ദൂരം കൂടി നമ്മൾ അറിയുക. വർഗീയ സ്വാർത്ഥതയ്ക്കപ്പുറം നിൽക്കുന്ന സ്വർഗീയ സത്യമാണമ്മ. അമ്മയായി മമ്മിയായി ഉമ്മയാണെങ്കിലും അമ്മിഞ്ഞ പാലതിൽ വെണ്മ. സത്യമല്ലേ? അമ്മയാണെങ്കിലും എന്താ, ഉമ്മയാണെങ്കിലും എന്താ, മമ്മി ഒറ്റന്നരാണ്. ആചാരവേഷങ്ങൾ വേറെയാണെങ്കിലും ആത്മാവിലെ ഭാഷ നന്മ. വല്ലായ്മ തോന്നിയാൽ അറിയാതെ ചുണ്ടുകൾ ചൊല്ലുന്ന മന്ത്രമാണമ്മ. ആരും നടുവ് കുഞ്ഞുക്ക് നൊന്നി ഇരുന്നിട്ട് എഴുതേക്കുമ്പോൾ ആരും അച്ഛാന്ന് വിളിക്കാറില്ല. അമ്മേ ഇന്നലെ വിളിക്കുള്ളൂ. അപ്പോൾ വല്ലായ്മയിലും എന്നും മരുന്നും പോലെ നമ്മുടെ കൂട്ടത്തിൽ നാക്കിൽ വരുന്നതാണമ്മ. പക്ഷസ്സിലായി സ്നേഹസാഗരം പേറുന്ന ഒരു അക്ഷയപാത്രമാണമ്മ. എപ്പോഴും പറ്റാത്ത മുലപ്പാൽ. ഇപ്പോൾ ഇവരുടെ മനസ്സിൽ പറ്റിപ്പോയതല്ലേ, ആ സ്നേഹം പറ്റിയെന്നുള്ളൊരു ഉറവ ഇപ്പോഴും ഉണ്ട് ഏതമ്മയുടെ. അപ്പോൾ അങ്ങനത്തെ പക്ഷസ്സിലായി സ്നേഹസാഗരം പേറുന്ന ഒരു അക്ഷയപാത്രമാണമ്മ. ദുഃഖങ്ങളൊക്കെയും സമ്പാദ്യമാക്കുന്ന ദുശ്ശീലവും അതിന് മേന്മ. എന്ത് ദുഃഖം ഉണ്ടെങ്കിലും അതിങ്ങ് തന്നേക്കും. ഒരു വീട്ടിൽ 4 പേര്, അമ്മ ഉൾപ്പെടെ 5 പേരുണ്ട്. 5 പേർക്ക് ആഹാരം വിളമ്പി വയ്ക്കും. 5ാമത്തെ പ്ലേറ്റ് അമ്മയ്ക്ക് വയ്ക്കും. ബാക്കിയുള്ളവർക്കും ഭർത്താവിനും മക്കൾക്കും ആവശ്യത്തിന് വിളമ്പി കൊടുത്ത് കഴിയുമ്പോൾ ആ പാത്രം കാലിയായിരിക്കും. അപ്പോൾ മിക്കവാറും എൻ്റെ പ്ലേറ്റ് നിറഞ്ഞില്ലെങ്കിലും മറ്റവരുടെ നിറയട്ടെ എന്ന് പറഞ്ഞ് ആ ശൂന്യമായ പ്ലേറ്റും എടുത്ത് വീണ്ടും അടുക്കളയിലേക്ക് പോകുന്ന അമ്മമാരുണ്ട്. അപ്പോൾ കാളിയനായി ഞാൻ മാറിയാലും സ്നേഹ കാളിന്തിയാണ് എനിക്കമ്മ. കൈ ചൂണ്ടി അച്ഛനെ ആദ്യമായി കാണിച്ച കൈത്തിരി വെട്ടമാണമ്മ. അത് സത്യമാണ്. അമ്മയാണ് അച്ഛനെ പരിചയപ്പെടുന്നത്. നമുക്കാർക്കും അറിയില്ല. അതാണ് അച്ഛൻ എന്നിങ്ങനെ പലതവണ കുഞ്ഞിനോട് കൈ ചൂണ്ടി കാണിക്കുമ്പോൾ നമ്മൾ തന്നെ പഠിക്കുകയാണ്, ഇതാണ് എൻ്റെ പിതാവ്. അപ്പം അത്രയും കൂടെ സ്ഥാനം അമ്മയ്ക്കുണ്ട്. അമ്മ മാറിക്കഴിഞ്ഞാൽ ഇല്ലേ, സത്യമല്ലേ? വളരെ ഞാനത് അറിയാൻ കാര്യം പണ്ട് ദാസേട്ടൻ എന്നോട് പറഞ്ഞു, യേശുദാസ് അദ്ദേഹത്തിൻ്റെ വളരെ കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുണ്ടാകുകയും മെഡിക്കൽ കോളേജ് അദ്ദേഹത്തെ കാണാൻ പോയി ചിലപ്പോൾ ഇദ്ദേഹം പുറത്തേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ദാസേട്ടൻ അങ്ങനെ കാലങ്ങൾ അവസാനം കാലം കരിഞ്ഞു, അങ്ങേക്ക് കുഞ്ഞുണ്ടായി. പറയാറായിട്ടില്ല മോനെ. അവൾ ആരുടെ മുഖത്തേക്കാണ് കൈ ചൂണ്ടുക? സത്യം പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ? അച്ഛനെ പരിചയപ്പെടുത്തുന്ന അമ്മയെന്ന് പറയുമ്പോൾ ഭൂമിയിൽ സൂര്യൻ വരുന്നതിന് മുമ്പുള്ള ഭൂപാളമാണ് എനിക്ക് ആദ്യത്തെ പാട്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സൂര്യൻ സാധാരണ വീട്ടിൽ വിളക്ക് വയ്ക്കുക എന്നുള്ളത് വെച്ചാൽ സൂര്യൻ്റെ കയ്യിൽ നിന്ന് എടുത്ത പ്രകാശം തലേ ദിവസം സന്ധ്യയ്ക്ക് ശേഖരിച്ച് വെച്ച പ്രകാശം വീണ്ടും സൂര്യനിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പം അവിടെ തന്നെയാണ് അമ്മ ചെയ്യുന്ന രണ്ട് കാര്യമാണ്. സൂര്യനെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ പാട്ട് പാട്ടായിട്ട് വരും. രാവിൻ്റെ അന്ത്യയാമത്തിലെ വാത്സല്യ രാരീരമാണ് എനിക്കമ്മ. ആ ഉറക്കം ഞാനും ഒരു ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. രാവിലെ ചൂടുള്ള പാല് നൽകിയിടുന്ന രാസ്നാദി ഗന്ധമാണമ്മ. അത് ഇന്നുമുണ്ട്, എനിക്കിപ്പോൾ ഇന്നുമുണ്ട്. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വരുമ്പോഴും അമ്മയുടെ രാവിലത്തെ ആ രാസ്നാദി ഗന്ധത്തിൻ്റെ മണമുണ്ടായിരുന്നു. ആ ചൂട് പാലോട്ട് വരുമ്പോൾ മനസ്സെത്ര വട്ടം തുളുമ്പിയാലും തീരെ മതിയാവതില്ല ഈ ഓർമ്മ. എത്ര പറഞ്ഞാലും ഇത് തീരില്ല അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ പറയാൻ. അങ്ങനെ ഇപ്പം എനിക്ക് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ഖുറാനിലൊരു വാചകമുണ്ട്, ഉമ്മയുടെ കാൽച്ചുവട്ടിലെ ഭൂമിയാണ് സ്വർഗം.
അപ്പം ഈ ആണുങ്ങൾക്ക് ആൺമക്കൾക്ക് ഒരിക്കലും അമ്മയോടുള്ള കടപ്പാട് തീർക്കാൻ പറ്റില്ല. പെൺകുട്ടികൾക്ക് പറ്റും. കാര്യം അമ്മ നൊന്ത് ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണ് പ്രസവവേദന. ആ പ്രസവവേദന അനുഭവിച്ചൊരമ്മ അവളുടെ മകൾ അല്ലെങ്കിൽ അമ്മയുടെ മകൾ അതേപോലെ നൊന്ത് വീറുമ്പോൾ പെൺകുട്ടി ആ കടം വീട്ടുകയാണ് അമ്മയോട്. കാര്യം അമ്മ അനുഭവിച്ച വേദന അതേപോലെ കുട്ടി അനുഭവിച്ചു, പെണ്ണു അനുഭവിച്ചു. പക്ഷേ ആ അമ്മകൾക്ക് ഒരിക്കലും അമ്മയോട് കടം വീട്ടാൻ പറ്റില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ 25 അമ്മമാരെ ഭൂമി നമ്മളിപ്പം ആദരിക്കുമ്പോൾ ഈ കാൽച്ചോട്ടുള്ള സ്വർഗം എന്ന് പറഞ്ഞാൽ കാൽച്ചോട്ടിൽ ആ കാല് തൊടുമ്പോൾ നമ്മൾ സ്വർഗത്തിലെത്തുക. അപ്പം അക്കാഫ് ചെയ്തത് ഇവരെ ആദരിപ്പിക്കുമ്പോൾ എന്നെ സ്വർഗത്തിലെത്തിച്ചു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. ഒപ്പം എനിക്ക് ഒരു ആൺമകന് ഒരു മകന് ഒരമ്മയോട് ചെയ്യാൻ പറ്റാത്ത കടപ്പാട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ക്ഷമ ചോദിക്കുന്നതിലൂടെയാണ് ഈ കാലയെ തൊട്ട് തൊടുമ്പോൾ. അപ്പോൾ ഈ രണ്ട് കാര്യത്തിനും അവസരം ഒരുക്കി തന്ന അക്കാഫിനോട് എൻ്റെ പ്രത്യേകമായ നന്ദി. ഞാൻ ആദ്യമായി അക്കാഫിൽ ഇവിടെ ആദ്യത്തെ വളരെ പണ്ട് അക്കാഫിൻ്റെ ഒരു ചടങ്ങിന് ഞാൻ വന്നിട്ട് ഇവിടുന്ന് പോകുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അന്ന് ഷവർമ്മ എന്നുള്ള സംഭവം ആദ്യമായിട്ട് ഇറങ്ങിയൊരു കാലം. അപ്പോൾ ഞാനിങ്ങനെ ആൽബർട്ട് അലക്സ് എൻ്റെ സുഹൃത്ത് അദ്ദേഹം എന്നെ കൊണ്ടുപോയിട്ട് സ്ഥലത്തെ ഷവർമ്മ എന്നൊരു സാധനമുണ്ട്, കഴിക്കണം. അപ്പോൾ അങ്ങനെ എയർപോർട്ടിൽ എടുത്തിട്ട് ചെറിയ കടയിൽ ഷവർമ്മ 2 എണ്ണം ഈ കൊണ്ടുപോകാനും 2 എണ്ണം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ നോക്കാണ്ട് പറയുകയാണ്, തലശ്ശേരിക്കാരനാണ്, വയലാറിൻ്റെ മകൻ്റെ നിന്ന് ഞാൻ കാശ് മേടിക്കില്ല. ഓ എന്താല്ലേ ഒരു അനുഭവം, വല്ലാത്തൊരു അനുഭവം. അതുകൊണ്ട് തന്നെ അക്കാഫിൻ്റെ ആദ്യത്തെ ഓണം ഞാൻ മറക്കില്ല. അപ്പോൾ രണ്ടാമത് വീണ്ടും എനിക്ക് ക്ഷണം കിട്ടി. അതിനേക്കാൾ പുണ്യം. അന്ന് വയലാറിനെ ഓർമ്മിച്ചെങ്കിൽ ഇന്നിപ്പോൾ അത് ഓർമ്മിച്ചു വയലാറിൻ്റെ കാര്യം. പക്ഷേ 25 അമ്മമാരെ 25 സ്വർഗത്തിൽ എത്തുന്ന രീതിയിലേക്കാണ് ഇന്നെനിക്ക് കിട്ടിയ അവസരം. ഞാൻ തീർച്ചയായും അതിനുള്ളൊരു നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ഈ അമ്മമാരെ എൻ്റെ സ്വന്തം അമ്മയുടെ കാലിൽ തൊടുന്ന പോലെ അത് പിന്നെ ധ്യാനിച്ചുകൊണ്ട് ഈ 25 പേര് ഞാൻ കാലിൽ തൊഴുന്നു അക്കാഫിന് വേണ്ടി. നന്ദി. ശരത്തേട്ടൻ കൊണ്ടുവന്ന് ഒരു 2-3 ഷർട്ട് എടുത്ത് എന്നെ കാണിച്ചിട്ട് ചോദിച്ചു ഏത് ഷർട്ടാണ് ഇടണ്ടേന്ന്. ഞാൻ പറഞ്ഞു ഈ ഷർട്ട് ഇട്ടാൽ മതി, കാരണം ഞങ്ങൾ മാതൃവന്ദനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന നിറം ഈ ഷർട്ടാണ്. അതിനും ഇരിക്കട്ടെ ഒരു കയ്യടി. പ്രിയപ്പെട്ട അമ്മമാരെ ആദരിക്കുകയാണ്. പൊന്നാട ചേർത്തുന്നു പ്രിയപ്പെട്ട അക്കാഫ് അധ്യക്ഷനെ ക്ഷണിക്കുന്നു, ശ്രീ പോൾ ടി ജോസഫിനെ. ഒപ്പം അദ്ദേഹത്തിന് ഡിയർ ഫ്രണ്ട്സ്, ദോസ് ഹു കനോട്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം ആൻഡ് ദോസ് ഹു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്, പ്ലീസ് ഡോണ്ട് ചെക്ക് ഓൺ മൈ ഗ്രാമർ. ഓക്കെ, this is a test on me by Honorable President Akaf. See, we are saluting motherhood. When I say we are saluting motherhood, that means you all got it. I don't have to speak much. Thank you. Good evening, my brothers and sisters. We are going to witness a soul-touching activity now. So I would invite our brothers, Mr. Ahmad Al-Sabi, he is from CDA, and Akaf Association Direct Board Member, Mr. Khalid from RTA, and Mr. Shaheen, also the Director Board Member of Akaf Association. Thank you. Those who doubt from which college they are, that's the protocol in this country. Thank you. സ്നേഹ കസവ് ചാർത്തിക്കൊണ്ട് തന്നെയാണ് അക്കാഫ് അസോസിയേഷൻ അമ്മമാരെ ആദരിക്കുന്നത്. പൊന്നാട ചാർത്തുന്നു പ്രിയപ്പെട്ട പ്രസിഡന്റ്. Ahmad, kindly request you to do the honors.
അഹമ്മദ്. Mohammad Rafiq. Vice President Venkit Mohan, General Secretary Deebu AS, Sanu Matthew, Director Board Member, Dr. Hussain, Joseph Charles, Dr. Siddiq, Mr. Sajeev, all are requested to come forward, please. Mrs. and Mr. Doctors. Sri Joseph Charles. പ്രിയപ്പെട്ട സജീവ്. Deebu AS, Bindu Nair, convener of this noble event. Venkit Mohan, Rajesh Pillai, the convener of Sunita. Jidin Arvindakshan, who is the Joint General Convener, please come on stage. Shain Chandrasenan. Can I have the Joint General Conveners Panona Kaicha onto the stage? Sahadeva Panikar. Oh, thank you. Subin. Unni Krishnan. Shakil Ahmad. Christopher Varghese. Prajeet. Oh, that's it. Dear friends, her name is Suruchi Sushila and she wants to say something to you. I wouldn't know that. Assalamu alaikum. Assalamu alaikum. Alaikum assalam. അദ്ദേഹത്തിന് മലയാളം അറിയാം. Okay, she just wanted to say Assalamu alaikum as a respect from her side towards you. I also tell you Sugamano.
എല്ലാ അമ്മമാർക്കുമുള്ള മെമെൻറ്റോ നൽകുകയാണ്. അതാത് കോളേജ് ആഗ്നസ് ജൂസ ദേവസ്വം ബോർഡ് കോളേജ് ശാസ്താംകോട്ട. ശ്രീമതി അജിത, ആഗ്നസ് ജൂസ, ദേവസ്വം ബോർഡ് കോളേജ് ശാസ്താംകോട്ട. അജിത, NSS കോളേജ്, NSS പോളിടെക്നിക് പന്തളം. അജിതാമ ശശി, NSS കോളേജ് പന്തളം. ബീനാമ, FMNC കൊല്ലം. ഈ അമ്മ ഒരു നല്ല ഗായിക കൂടിയാണ്. LC തോമസ്, BM തിരുത്തിക്കാട്. ജമീല ബീബി, ശ്രീമതി ജാനു പാറമൽ, പഴശ്ശിരാജ NSS കോളേജ്. കുഞ്ഞിപ്പെണ്ണ് നാസ്ക, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ലൈജു പുഷ്കരൻ, സീറ്റ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. നിഷ, ലിസി ജോൺ, DB കോളേജ് ശാസ്താംകോട്ട. ബിന്ദു, ഓമന ചാത്തുക്കുട്ടി നായർ, ചിന്മയ മിഷൻ കോളേജ്. പത്മിനി സത്യദേവൻ, ശ്രീ കേരളവർമ്മ കോളേജ്. റീന കൈരളി, SN കോളേജ് ശിവഗിരി വർക്കല. സഫിയ കണ്ടൂത്ത്, GECK ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്. GECK പ്രതിനിധിയെ ക്ഷണിക്കുന്നു. അവരുടെ അഭാവത്തിൽ ബോർഡ് ഓഫ് ഡയറക്ടർ ഷൈൻ ചന്ദ്രസേനൻ. ഓടി വാ മോനെ.
രമണി തങ്കമ്മ, ശ്രീനാരായണ കോളേജ്, കൊല്ലം. ഈ അമ്മയാണ് വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ണിയപ്പം തന്നെ. റംല ബീഗം പുല്ലത്ത്, സാമറിൻസ് ഗുരുവായൂരപ്പൻ കോളേജ്, കോഴിക്കോട്. സെലിൻ വർഗീസ്, സെലിൻ വർഗീസ്, മെയ്സ് കോതമംഗലം. മെയ്സ് കോതമംഗലം, നിങ്ങൾ ആരുമില്ലാത്തത് കാരണം ഇതെൻ്റെ മഹാഭാഗ്യം. ശ്രീമതി ഷെരീഫ, MES ഫാത്തിമ ഗഫൂർ വിമൻസ് കോളേജ്, കോഴിക്കോട്. ഫാബി ഓടി വാ. സുരുചി സുശീല, SCMS. ശ്യാമള ഉപ്പേരി, ബ്രണ്ണൻ കോളേജ്, ടെലിച്ചേരി. ശ്രീമതി വത്സല, KE കോളേജ്, മാന്നാനം. അസിയ പുഴയ്ക്കൽ, ദീപു AS. ബി ഫാത്തുമ യൂസഫ്, മുഹമ്മദ് റഫീഖ്. ഗിരിജ പാർവതി, സാനു മാത്യു. ഗിരിജ പാർവതി, വെങ്കിട്ട് മോഹൻ. നൂർജഹാൻ, രാജേഷ് പിള്ളൈ, മാതൃവന്ദനം, കൺവീനർ. കോർഡിനേറ്റർ സുനീത, പ്ലീസ് ജോയിൻ. മാതൃവന്ദനത്തിൻ്റെ ഭാഗമായി ഈ അമ്മമാർക്ക് ഞങ്ങളാൽ സാധ്യമാകുന്ന വിധത്തിലുള്ള കനത്തിൽ 24 കാരറ്റിൻ്റെ ഗോൾഡ് കോയിൻ നൽകുന്നുണ്ട്. ആദ്യ ഗോൾഡ് കോയിനുകൾ നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഡോക്ടർ ഹുസൈനെ ക്ഷണിക്കുന്നു. എല്ലാ അമ്മമാരും, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പേര് പറയാലോ. ഡോക്ടർ ഹുസൈൻ. അവിടെ അടുത്ത് May I also invite Dr. Siddiq. I invite Joseph Charles. I invite Sajeev Koya, our dear sponsors, to hand over this gift. And can I have, thank you Dr. Hussain, can I have Sajeev, can I have Dr. Siddiq, can I have Mr. Joseph Charles to hand over this gift? And that's Dr. Siddiq. Dr. Siddiq, please wait here. ഞങ്ങൾക്ക്
ഈ വേദിയിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ തീരുമാനമെടുത്തവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം നിങ്ങൾക്ക് ഈ നടക്കുന്ന ഈ അത്ഭുതത്തിൽ ഞെട്ടിയിരിക്കുകയാണ് എന്നത്. അതായത് ഇത്രയ്ക്കധികം അമ്മമാരെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നതിൽ. പക്ഷെ അത് കൈയടിച്ചുകൊണ്ട് നിങ്ങൾ കേൾപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്. കൈയടിച്ചുകൊണ്ടേയിരിക്കുക. എന്തിനൊരു പഞ്ഞം. ഏവരും എല്ലാവരുടെയും അവനവൻ്റെ അമ്മമാരെ കുറിച്ച് ഓർത്തിരിക്കുകയാണെന്നറിയാം. ആ അമ്മമാരെ ഇവരിലൂടെ കാണുക. ഡോക്ടർ ഹുസൈൻ. Yeah. നമ്മൾ നൽകുന്നത് സജീവ്. എല്ലാ അമ്മമാർക്കും ഒരു അമ്മയുണ്ട് ബാക്കി. Can you have Dr. Siddiq, Joseph Charles and Sajeev here, please? അസ്സലാമലൈക്കും, നമസ്കാരം. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ 32 വർഷത്തിൽ പല വേദികളിലും നിൽക്കാനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് 11:30 മണിക്ക് വന്നതാണ്. ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതിൻ്റെ ഒരേ ഒരു കാരണം അക്കാഫിൻ്റെ ആ ഒരു പ്രൊസീഡിങ്സ് മാത്രമല്ല, ഇതിൻ്റെ തുടക്കത്തിൽ തൊട്ട് തന്നെ ഞാൻ ഇരുന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് പഠിച്ചവൻ അനുഭവിച്ചുകൊണ്ട് പല വേദികളിലും പല അസോസിയേഷനിലും കൂടാനുള്ള ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് ഇതൊരു അമ്പരമായ ഒരു എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അക്കാഫ് ചെയ്തിട്ടുള്ളത്. അതിന് വലിയ കാരണം അക്കാഫിൻ്റെ മെമ്പേഴ്സും അവരുടെ ആ ചിന്തകളും. ആ ചിന്തയുടെ ഭാഗമായി ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഉള്ള ഓരോരുത്തരും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഇവിടെ ഉള്ള ഓരോരോ വോളണ്ടിയറും ഇതിനകത്ത് വന്നിരുന്നത്. അപ്പം ഇത്രയും വലിയ നല്ലൊരു സംഭവം ചെയ്യുമ്പോൾ എനിക്കും ഇതിനകത്ത് ഒരു ഭാഗമായാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള അക്കാഫിൻ്റെ ഇതുപോലത്തെ പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും ഞാനുണ്ടാവും. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഐ ക്യാൻ ഡു. താങ്ക് യു ഡോക്ടർ സിദ്ദീഖ്. അസ്സലാമു അലൈക്കും ആൻഡ് ഗുഡ് ഈവനിങ്. ആദ്യമായി നിങ്ങളെല്ലാവരും ഒരു കൈയടിച്ചിട്ട് ഇവരെയാണ് നമ്മൾ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. ഞങ്ങളെല്ലാം ഇവിടെ വെറുതെ നിൽക്കുന്നതാണ്. ഇവരാണ് ഇതിൻ്റെ പിന്നണി, എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇവിടെ നേരത്തെ പ്രസംഗിച്ചതിൽ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടം ചോദിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന്. അതുകൊണ്ട് തന്നെ പറയുകയാണ് ഒറ്റ കാര്യം, ഇവിടെ കൂടിയിട്ടുള്ള അമ്മമാരുടെ മക്കളാണ് ഇവിടെ എല്ലാവരും, ഒരാളല്ല, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ മക്കളാണ്. തീർച്ചയായും നിങ്ങളുടെ അനുഗ്രഹം അവർക്കുണ്ടായിരിക്കണം. അവർ സ്വർഗത്തിലേക്ക് പോകുന്നതിന് കാരണം നിങ്ങൾ കൂടി ആകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അവസാനമായി പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഡോക്ടർ ഹുസൈൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ പിന്തുണയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഔക്കാഫിന് എന്നും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ടീം വർക്കിന് എന്നും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു. മിസ്റ്റർ സജീവ്. ഇത്രയും
വലിയ ഭംഗിയായ ഒരു കൂട്ടായ്മ, അത് ഇത്രയും ഭംഗിയായ ഒരു പ്രോഗ്രാം, വളരെയധികം സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിന് കണക്കാക്കി എനിക്കിവിടെ ഈ പ്രോഗ്രാമിന് വരാനും അറ്റൻഡ് ചെയ്യാനും പറ്റിയതിൽ വളരെയധികം സന്തോഷം. രാധുവിനൊരു ബിഗ് ഹാറ്റ്സ് ഓഫ്. പുള്ളിയുടെ ഒരു 3-4 പ്രോഗ്രാം ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തു. ഞാനൊരു ഒഫീഷ്യൽ പുള്ളിയുടെ ഫാൻസ് ക്ലബ്ബ് ഇവിടെ വെച്ച് തുടങ്ങുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. 25 വർഷമെത്തിയിരിക്കുന്ന അക്കാഫിൽ 25 ഓണവും ഞാൻ ഉണ്ടവനാണ് ഇന്നത്തോടുകൂടി. ഈ 25 വർഷത്തിൽ ഏറ്റവും കുലീനമായ ഞാൻ ആസ്വദിച്ചത് ഇന്നത്തെ മാതൃവന്ദനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് മൊമെന്റ്സ് ഓൺ സ്റ്റേജ്. My brother Ahmad is by birth an Indian and by life in UAE. We all are by birth an Indian and we live in UAE. Let's hear from Ahmad, Executive Director, Community Development Authority. Assalamu alaikum. I tell you something. I am half Indian and half United Arab Emirates. I tell you something. 2017, my mother is expired. And just now I saw many mothers is here. I remember my mother. Because this is very hard touching this scene just now I see. Because my mother wearing a sari. I remember that sari. Because very close that sari with me. And every mother is like my mothers. That is not heart-touching story, like heart-touching scene, which is I saw just now. Thank you and best of luck. Everybody, they have the mothers still now. Be careful about that mothers. Thank you very much. Love your mother. Obviously, at the same time, love your father as well. Thank you. Next year, I do anticipate we'll have a Pidru Vandanam. Pray for us. Work for it. Akaf friends, thank you.